സിറിയയിൽ പുതിയ തന്ത്രവുമായി ഇസ്രായേൽ. അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്കു പിന്നാലെ അധിനിവേശ പ്രദേശങ്ങളിൽ ഇസ്രായേൽ ജനതയ്ക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ് നെതന്യാഹു. ജൂതന്മാരെ ഇവിടെ പാർപ്പിക്കുന്നത് വഴി പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിലനിന്ന സിറിയ ഇസ്രായേൽ ഉടമ്പടി ലംഘിക്കുകയാണ്. 1974 ഉടമ്പടി പ്രകാരം പാലിച്ചു വന്നിരുന്ന അതിർത്തി കരാറാണ് ഇതോടെ ലംഘിക്കപ്പെടുന്നത്. ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം അധിനിവേശ ഗോലാൻ കുന്നുകളിൽ ഇസ്രായേൽ സമ്പൂർണ്ണ ആധിപത്യം ഉറപ്പിച്ചു. ഇതോടെ ബഫർ സോൺ പൂർണ്ണമായി ഇസ്രായേലിന്റെ അധീനതയിലായി. ഗോലാൻ കുന്നുകളിൽ ജൂത കുടുംബങ്ങളെ പാർപ്പിക്കാനാണ് നെതന്യാഹുവിന്റെ നീക്കം. ട്രംപ് നേരത്തെ അധികാരത്തിലിരുന്നപ്പോൾ തന്നെ ഈ നീക്കത്തിന് കളമൊരുങ്ങിയതാണ്. അന്നു പക്ഷേ അസദിന് റഷ്യയുടെ പിന്തുണയുണ്ടായിരുന്നതിനാൽ നടന്നില്ല. നിലവിൽ ഇസ്രായേൽ സിറിയയെ ആക്രമിക്കുന്നതിന്റെ കാരണമായി പറയുന്നത് അസദ് സർക്കാരിന്റെ സൈനിക സംവിധാനങ്ങൾ തകർത്ത് അതിർത്തി സംരക്ഷിക്കുകയാണ്. എന്നാൽ യഥാർത്ഥ ലക്ഷ്യം സിറിയയെ നിരായുധരാക്കുകയാണ്. തങ്ങളുടെ വെറുതിൽ നിൽക്കുന്ന ദുർബല പ്രദേശമായി സിറിയ മാറണം. പാലസ്തീൻ അധിനിവേശത്തിനടക്കം ഇസ്രായേലിനെ സായുധമായി വെല്ലുവിളിക്കുന്ന ഹിസ്ബുള്ളയ്ക്ക് ഇറാന്റെ പിന്തുണ ലഭിക്കുന്നത് സിറിയ വഴിയാണ്. ആ സിറിയയിൽ കാലുറപ്പിക്കുന്നതിലൂടെ ഈ കൂട്ടുകെട്ട് തകർക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. ഇപ്പോൾ അസദ് വീഴുകയും സിറിയയിൽ ഭരണം അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന സാഹചര്യം അവസരമൊരുക്കുകയാണ് ഇസ്രായേൽ. അതായത് ഈ പദ്ധതികളെല്ലാം അതിവേഗം നടപ്പിലാക്കുകയാണ് ഇസ്രായേൽ. മേഖലയിലെ ഏറ്റവും ഉയരമുള്ള മൗണ്ട് ഹെർമോണിൽ 2025 അവസാനം വരെ ഇസ്രായേൽ സൈന്യം നിലയുറപ്പിക്കണമെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ് നെതന്യാഹു. അതീവ തന്ത്രപ്രധാനമാണ് മൗണ്ട് ഹെർമോൺ. സയലിസ്റ്റ് അതിർത്തി വ്യാപന സ്വപ്നത്തിന് സിറിയ കൂടിയുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ നീക്കം കൊണ്ട് ഭീകരത ബോധ്യപ്പെടുക. അതിനിടെ സിറിയയിൽ പുത്തൻ ചുവടുവയ്പ്പിനൊരുങ്ങുകയാണ് വിമത തലവൻ ജൊലാനി. സിറിയയിലെ സായുധ ഗ്രൂപ്പുകൾ പിരിച്ചുവിട്ട് ഒറ്റ സൈന്യമായി മാറുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൊലാനി. തുർക്കി വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ജൊലാനിയുടെ പ്രഖ്യാപനം. കൂടാതെ കുർദിഷ് സേനകൾ കൈവശം വെച്ചിരിക്കുന്നതടക്കം രാജ്യത്തെ എല്ലാ ആയുധങ്ങളും സർക്കാർ നിയന്ത്രണത്തിൽ കൊണ്ടുവരുമെന്നും ജൊലാനി പറഞ്ഞു.